ഒന്ന് നിക്കടോ, താൻ പേടിക്കണ്ടടോ, എനിക്കിപ്പം നിന്നെ ഇഷ്ടമല്ല. സംശയിക്കണ്ട, ഞാൻ തന്നെയാ. നല്ല ഇഷ്ടത്തോടെ പറയാ, എനിക്കിപ്പോ തന്നെ ഇഷ്ടമല്ല. താനൊന്ന് മിണ്ടോ, ഒന്ന് ചിരിക്കോ? നാളെ കൂടിയല്ലേ ക്ലാസ് ഉള്ളൂ. നമ്മൾ തമ്മിലിങ്ങനെ വെറുത്ത് പിരിയണ്ടല്ലോ. എടോ, തന്നെ എനിക്കിപ്പോ ഇഷ്ടമല്ല. സന്തോഷമല്ലോ? ഇഷ്ടമല്ലെന്ന് കരുതി എനിക്ക് തന്നോട് വെറുപ്പൊന്നുമില്ല കേട്ടോ. തനിക്കും എന്നോട് വെറുപ്പൊന്നുമില്ലല്ലോ. എന്നാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, തനിക്ക് എന്താ എന്നെ ഇഷ്ടമാതിരുന്നേ? താൻ പ്രണയത്തെ എന്താ ഇങ്ങനെ വെറുക്കുന്നേ? ഏയ്, ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട. ജയിപ്പിക്കാനെ പറ്റി എന്തറിയാൻ? ഒരു പ്രണയം കാരണം എല്ലാം നഷ്ടമായി പോയോളാ ഞാൻ. അനാഥയായി പോയോളാ ഞാൻ. സ്വപ്നാരെ പ്രണയിച്ച് ഞാനല്ല, എൻ്റെ ചേച്ചി. നിർമ്മലഗിരി കോളേജിൽ പഠിക്കുമ്പോൾ ചേച്ചി ഒരാളുമായിട്ട് പ്രണയത്തിലായി. പഠനം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും ഒരു ജോലിക്കും ശ്രമിക്കാതെ ഉഴപ്പി നടക്കുന്ന ഒരാളായിരുന്നു അയാൾ. അയാളുമായിട്ടുള്ള ബന്ധം ചേച്ചിയുടെ പഠനത്തെ വല്ലാതെ ബാധിക്കാൻ തുടങ്ങി. ചേച്ചിയെ പഠിപ്പിച്ച് ഒരു ഡോക്ടറാക്കാനായിരുന്നു അമ്മയുടെ ആഗ്രഹം. എന്താടി നീ വിചാരിച്ചേ? ഓനുമായിട്ട് നാട് മുഴുവൻ ചുറ്റിക്കറങ്ങുന്ന ഇടി എല്ലാവർക്കും അറിയാം. ഇനിയെങ്ങാനും ഓനുമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ അടിച്ചിട്ടുണ്ടല്ലോ നിന്നെ ഞാൻ. ഏത് തരം ഒരു കാര്യം തന്നെ പറയണ്ട. ഒറ്റൊരാള് കാരണം ഇടി ഇതെല്ലാം ഉണ്ടാവുന്നു. നിനക്കും കൂടെ ബാധകായത്. ഇനി പറഞ്ഞില്ലെന്ന് വേണ്ട. വീട്ടിലെ എതിർപ്പ് കൂടിയപ്പോൾ ഒരു ദിവസം ചേച്ചി ആരോടും പറയാതെ അയാളുടെ കൂടെ ഇറങ്ങിപ്പോയി. അച്ഛൻ്റെ പരാതി പ്രകാരം പിറ്റേ ദിവസം അവരെ കോടതിയിൽ ഹാജരാക്കി. നീ ഇല്ലാണ്ട് അമ്മ വീട്ടിൽ പോവില്ല. ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഓള് പോന്നേ പോട്ടെ. നീ വീട്ടിലേക്ക് വരാതെ അമ്മ ജീവിച്ചിരിക്കില്ല. നമ്മുടെ മോള് കരയല്ലേ? സാരൂല, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇവിടുത്തെ കുട്ടികളല്ലേ, സമാധാനിക്കും. എടോ, ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് നമ്മുടെ മക്കളെ നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇങ്ങനെയെല്ലാം പറയാൻ കഴിയുന്നത്? നമ്മുടെ മോളല്ലേ. നമുക്ക് ഇനിയൊരു മോളുണ്ട്. ഓക്ക് വേണ്ടി നമുക്ക് ജീവിക്കണം. നീ ചാവാൻ പോവാന്ന് പറഞ്ഞിട്ട് ഓള് നിന്നോ? നിന്നില്ലല്ലോ. അച്ഛൻ്റെ അമ്മയുടെ ശരീരം കാണേണ്ടി വന്ന ചേച്ചിയുടെ മനോനില തെറ്റി. അതോടെ എൻ്റെ പഠനമൊക്കെ അവസാനിച്ചതായിരുന്നു. നമ്മുടെ പ്രിൻസിപ്പൾ സുധീരൻ സാറ് ചെറിയച്ഛൻ്റെ ഫ്രണ്ടാ. അവരൊന്നിച്ച് പഠിച്ചതാ. പ്രിൻസിപ്പളാ ചെറിയച്ഛനെ ഇവിടുത്തെ ഒഴിവിൻ്റെ കാര്യം അറിയിച്ചത്. ബുദ്ധിമുട്ടിച്ചതില് സോറി. ഇത്രയും ഭയങ്കര സംഭവം ഇയാളുടെ ജീവിതത്തിലുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. റിയലി സോറി. പ്രണയരഹിത കലാലയം.
എടോ പിള്ളേർ ഇതൊക്കെ കണ്ട് ചിരിക്കുക. പിള്ളേർക്ക് ALS ഒരു തമാശയാ. അത് നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കണം. വേഗം നമുക്കൊരു ALS മീറ്റിംഗ് വെച്ചാലോ? എടോ ALS ആർക്കും ഇഷ്ടമല്ലെന്നാ നിങ്ങളുടെ പറഞ്ഞത്. ഗൂഢാലോചന നടത്തിയിരുന്നോ? അവരായിരുന്നു പ്രേമിക്കുന്ന ആര്? ആ JP സപ്നു. JP സപ്ന. ഇവനെപ്പോ വന്നു? ഇത് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നിടത്തുണ്ട്. വാ, come on. അടുത്തായിക്കോട്ടെ കോളായി. നാളെ ഒരു ദിവസം കൂടിയല്ലേ കോളേജിലുള്ളൂ. എന്തായാലും ഇന്ന് ഇതൊക്കെ പറയാൻ പറ്റി നന്നായി. അല്ലേ, ഇതൊന്നും ഞാൻ അറിയാതെ പോയനെ. ഇതാ, ഇനി നമ്മൾ തമ്മില് ഒരു ബന്ധമില്ല കേട്ടോ. ആ പൂജ, റോഷൻ വാടാ. പോണോ? പോയി നോക്കാം. പൂജ, നീ എന്നെ ആത്മഹത്യയൊന്നും പോണ്ട. ഞാനെല്ലാം അവസാനിപ്പിച്ചു. ഡാ, ഇവളുടെ കാര്യം അറിയോ? ഒരു വൻ ദുരന്ത. ഇവളെങ്ങനെ എന്നോട് ഇഷ്ടാന്ന് പറഞ്ഞിരുന്നെങ്കിലേ നീ ആത്മഹത്യ ചെയ്യേണ്ടി വരുമായിരുന്നു. അത് കാണാൻ ഈ കോളേജിൽ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ സ്വയം വേണ്ടെന്ന് വെച്ചു. ഇപ്പൊ ഓളും ഹാപ്പിയായി, ഞാനും ഹാപ്പി. നിങ്ങൾ ഹാപ്പി അല്ലേ? അല്ലേ? എന്നാ പോയിക്കോ. അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായല്ലോ. കേസ്വലം ആൺകുട്ടിയും SFL ഷിജി തമ്മിൽ എന്തൊരു ചുറ്റികളുണ്ട്. അത് നമ്മൾ അനുവദിച്ചൂടാ. തോണ്ടാം, കുളം തോണ്ടാം. തോണ്ടല്ലേ? അവസാനമായി ഞാനും ചോദിച്ചോട്ടെ, താൻ വെറുതെ ഒന്ന് പറയാൻ ഇഷ്ടമാണെന്ന്? വെറുതെ കേൾക്കാൻ ഒരുപാട് ആഗ്രഹിച്ചു പോകണ്ട. അത്രക്ക് ഇഷ്ടമായിരുന്നോ എനിക്ക് തന്നെ. ഒരു പ്രണയംകാരനെല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരാള് അതെങ്ങനെ പറയാനല്ലേ? സാരമില്ല, പോട്ടെ. Dear students, hearty welcome to Polyga 2013 കോളേജ് ഡേ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. വേദിയിൽ മരി അവതരിപ്പിക്കുന്ന നാടോടി നൃത്തം. എല്ലാവരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് കോളേജ് ഡേയോടനുബന്ധിച്ച് പ്രണയക്കിണർ പരിസരത്ത് തിരക്ക് കൂടി വരികയാണ്. കവിതാക്കൾ ക്യൂ പാലിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഒരുമാതിരി ബസ് സ്റ്റാൻഡ് അനൗൺസ്മെന്റ് പോലെ ഉണ്ടല്ലോ. നാടോടി നൃത്തത്തിന് ശേഷം യുവതി യുവാക്കളെ ഹരം കൊള്ളിക്കുന്ന തന്റെ പുതിയ കവിതയുമായി ചന്തു. ഇവന്റെ കവിത കഴിഞ്ഞിട്ട് വരാം. നമ്മൾ ഡാൻസ് കഴിഞ്ഞിട്ട് വന്ന കവിത ഉണ്ടാക്കിയാൽ മതി. നാടോടി നൃത്തത്തിന് ശേഷം ALS മെമ്പേഴ്സിന്റെ ആന്റി ലവ് ഡാൻസ് ആയിരിക്കും. ചന്തു സ്റ്റേജിന് പുറകിൽ വെയിറ്റ് ചെയ്യണമെന്ന് അറിയിക്കുന്നു. എന്താ സ്വപ്ന? JP എവിടെ? താനാ പാവത്തിന് ഒഴിവാക്കിയല്ലേ? ഓന് നിന്നെ ജീവനായിരുന്നു. ഇനി നിന്റെ ജീവിതത്തിൽ ഓനെപ്പോലെ നിന്നെ സ്നേഹിക്കുന്ന ആരും ഉണ്ടാവില്ല, അത് ഉറപ്പാ. ശരിക്കും ഓന് നിന്നെയല്ല നഷ്ടമായത്, നിനക്ക് ഓനെയാണ്. ആ നഷ്ടം ഞാൻ എന്നെ നികത്തിയാ പോരെ? എന്താ പറഞ്ഞ? ആ നഷ്ടം ഞാൻ നികത്തിയാ പോരേന്ന്. ഞാൻ JPനെ കാത്തിരിക്കുക. എനിക്ക് JPനെ ഒരുപാട് ഇഷ്ടമാണ്.
ശരിക്കും? പിന്നെ ചന്തു ഇതാരോടും പറയണ്ട. ആരെങ്കിലും അറിഞ്ഞാൽ പ്രശ്നമാവും. ഇല്ല, ഞാനാരോടും പറയില്ല. ഞാൻ പറയില്ല. ഇല്ല, ഒരിക്കലും പറയില്ല. പറയില്ല. ഏയ്, സപ്നക്ക് JP ഇഷ്ടമാണെന്ന് പോലും.